റിപ്പോർട്ടർ ഒരുക്കുന്ന മെഗാ ഇവൻറ്റ് ലെജിസ്ലേച്ചർ കാർണിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ, ശ്രീ CH കുഞ്ഞമ്പു MLA, ശ്രീ G സ്റ്റീഫൻ MLA, നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ എന്നിവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ, കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വേദിയിലേക്ക് ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ സർഗാത്മകത കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ ലെജിസ്ലേച്ചർ കാർണിവൽ സംഘടിപ്പിക്കുന്ന റിപ്പോർട്ടർ TVക്ക് കേരള നിയമസഭയുടെ ഉപഹാരം ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ സമ്മാനിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങാനായി റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനെയും കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെയും ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ TV MD ശ്രീ ആൻഡോ അഗസ്റ്റിൻ അവർകളെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ TV ഒരുക്കുന്ന മെഗാ ഇവൻറ്റ് ലെജിസ്ലേച്ചർ കാർണിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട സ്പീക്കറെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ KLIBF 3rd എഡിഷൻ ഈ ജനുവരി മാസം 7-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 2ാം ദിനം പിന്നിടുമ്പം KLIBF വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയ ഒരു ബുക്ക് ഫെസ്റ്റിവലായി മാറി എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്വപ്നം ലോകത്തെ ഏറ്റവും വലിയ ബുക്ക് ഫെസ്റ്റിവലായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെസ്റ്റിവലിന് സമാനമായി ഈ ബുക്ക് ഫെസ്റ്റിവൽ മാറണം എന്നുള്ളതാണ്. തീർച്ചയായും ആ നിലയിലേക്ക് ഈ ബുക്ക് ഫെസ്റ്റിവൽ മാറുമ്പം അതിന് മാറ്റാൻ സാധിക്കുമെന്നും അതിനാവശ്യമായ പിന്തുണ കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. KLIBFൻ്റെ 3rd എഡിഷൻ ഒരു ഭാഗത്ത് ലിറ്റററി ഫെസ്റ്റിവൽ ഓഫ് ലിറ്ററേച്ചറാണിത്. ലിറ്റററി ഫെസ്റ്റിവൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണി വരെ നടക്കുമ്പം അതിനനുബന്ധമായാണ് എല്ലാ ദിവസവും ഇത്തരം കൾച്ചറൽ ഇവൻ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ കൾച്ചറൽ ഇവൻ്റ് 2nd ഡേ ലെജിസ്ലേച്ചർ കാർണിവൽ ഇന്ന് റിപ്പോർട്ടറുമായി സഹകരിച്ചാണ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തങ്ങളുടെ സ്പേസ് ഉണ്ടാക്കാനും ആ നിലയിൽ മുന്നോട്ട് പോകാനും സാധിച്ച ഒരു പ്രമുഖ ചാനലാണ് റിപ്പോർട്ടറോട് എനിക്ക് നന്ദി പറയുകയാണ്. കാരണം KLIBFൻ്റെ 3rd എഡിഷനിൽ ഞങ്ങളുമായി സഹകരിച്ചതിന് റിപ്പോർട്ടറിനോടുള്ള നന്ദിയെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് KLIBFൻ്റെ 3rd എഡിഷനിലെ 2nd ഡേയിലെ ലെജിസ്ലേച്ചർ കാർണിവൽ നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം പപ്പനാഭന്റെ മണ്ണ് അല്ലേ? കോവളം മുതൽ വർക്കല വരെ ഒരു മഹാസാഗരം പോലെ ഓരോ കോണും ഓരോ ചരിത്ര കഥ പറയുന്ന നമ്മുടെ തിരുവനന്തപുരം. ആഘോഷങ്ങളുടെ നഗരമാണ് എന്നും തിരുവനന്തപുരം. പൊങ്കാലയും പെരുന്നാളും ഉറൂസും മഹനീയമാക്കുന്ന മഹാനഗരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിനോടനുബന്ധിച്ച് റിപ്പോർട്ടർ TVയും KLIBFും ചേർന്ന് ഒരുക്കുന്ന ഈ ലെജിസ്ലേച്ചർ കാർണിവലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഇന്ന് സാങ്കേതിക വിദ്യ കൊണ്ടും മികവ് കൊണ്ടും വാർത്തകൾ മറ്റു മാധ്യമങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത കവറേജ് ആണ് റിപ്പോർട്ടറിന്. അതിനു പിന്നിൽ ചെറുപ്പക്കാരനായ ഒരു ലീഡറുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം റിപ്പോർട്ടർ TV MD ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആൻഡോ അഗസ്റ്റിനെ. Anto Agustin, MD and Managing Editor, has transformed the network from a regional brand
to a national news powerhouse with a deep commitment to truth and storytelling. Anto Agustin ensures every news day is accurate, balanced, and impactful, earning the trust of audiences worldwide. Driven by the visionary leadership of Anto Agustin, Reporter is emerging as an unstoppable force in the Indian news industry. Anto Agustin, a visionary entrepreneur, shaping the future of news and fighting for justice. എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ് KLIBF എന്ന് പറയുന്ന ഈ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് ഈ കാർണിവൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ മറ്റു നിയമസഭകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ നമ്മുടെ സ്പീക്കർ കാണിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കാണിച്ച മനസ്സിന് വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇതുപോലെ കേരളത്തിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ നിയമസഭകളിൽ ഇതുപോലെ ഒരു സ്പീക്കർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം അങ്ങനെ നിയമസഭകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമസഭ തുറന്നു കൊടുക്കുന്ന ശൈലി മറ്റുള്ള സ്റ്റേറ്റിലെ നിയമസഭകൾക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും ഒരു ബുക്ക് ഫെസ്റ്റിവൽ ആകുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് നമ്മുടെ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളതിലാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്കിവിടെ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിമാനിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വേദി ഞങ്ങൾക്ക് തന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ AM ഷംസീർ അവർക്കും മറ്റു ഗവൺമെൻറ്റിലെ എല്ലാവർക്കും, ഈ വേദി ഞങ്ങളുടെ പ്രോഗ്രാം കാണാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. നമുക്കിടയിൽ നിന്ന് നാട്ടുകാരനായും സുഹൃത്തായും അധ്യാപകനായും ചുറ്റുമുള്ള വാർത്തകളെ ജനകീയമാക്കി അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ അരുൺ കുമാർ. നമുക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഡോക്ടർ അരുൺ കുമാറിനെ. Dr. Arun Kumar, consulting editor of the Reporter News Network with over 2 decades of visual media experience and a 2-time state television award winner. Renowned for introducing augmented reality shows to the Malayalam television industry, Dr. Arun has presented papers at over 30 international and national conferences and authored 25 articles in various journals and dailies. Let's welcome Dr. Arun Kumar. The stage is yours, and we eagerly anticipate the insights you will share with us tonight. പ്രിയമുള്ളവരെ, ജനാധിപത്യം സാർത്ഥകമാകുന്നത് അതിൻ്റെ പ്രായോഗികതയിലാണ് എന്ന് വിശ്വസിക്കുന്നൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. പ്രമാണിമാരുടെ ശ്രീകോവിലല്ല ജനാധിപത്യം എന്നുള്ളത്, ജനങ്ങളുടെ സഭയാണ്. അത് ജനപ്രതിനിധികളുടെ മാത്രമല്ല, ജനങ്ങൾ പരസ്പരം ഇടകലർന്ന് സാംസ്കാരികവും സാഹിത്യവും സർഗാത്മകതയും ഒക്കെ വിരിയുന്ന ഇടങ്ങളായി ജനാധിപത്യം മാറുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുക. ലോകത്തൊരിടത്തും ഇത്തരത്തിൽ ഈ നിയമനിർമ്മാണശാലകൾ സാംസ്കാരിക ഇടങ്ങളായി തീർന്നിട്ടില്ല. ഒരുപക്ഷെ കേരളത്തെ തന്നെ ഉഴുതുമറിച്ച ഒട്ടേറെ നിയമനിർമ്മാണം നടന്ന ഒരു വേദിയിൽ അത്തരമൊരു ചരിത്രം പിറക്കുകയാണ് ഈ നിയമസഭയുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലൂടെ. സാഹിത്യവും നിയമവും തമ്മിൽ, വാർത്തയും തമ്മിലുള്ള ബന്ധം ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ സാഹിത്യകാരന്മാർ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ്, നാളത്തെ കാലത്തിൻ്റെ നിയമനിർമ്മാതാക്കളാണ്. അതേപോലെ ഇന്നത്തെ നിയമനിർമ്മാതാക്കളാകട്ടെ നാളത്തെ നല്ല ലോകത്തിന് വേണ്ടിയുള്ള മികച്ച എഴുത്തുകാരുമാണ്. അതുകൊണ്ടാണല്ലോ കാലത്തെ അതിജീവിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ നിയമസഭയുടെ മാതൃകാപരമായ ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ റിപ്പോർട്ടർ TV അഗൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും സ്പീക്കറിനോടും ഒപ്പം തന്നെ നിയമസഭയോടും അറിയിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത്തരമൊരു പ്രവൃത്തി ഇനിയും തുടരാൻ എല്ലാവിധ പിന്തുണയും റിപ്പോർട്ടർ ഹൃദയം കൊണ്ട് തന്നെ നിയമസഭയ്ക്ക് നൽകുകയും ചെയ്യും. നമ്മുടെ നിയമസഭ ഒരുപക്ഷെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പുസ്തകമേള നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിയമസഭയുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ പേരിലല്ല, അതൊരു സാംസ്കാരിക ഇടമാണ്.
നമ്മളങ്ങനെ നിയമസഭ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കുന്ന ബുക്ക് ഫെസ്റ്റിവലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. റിപ്പോർട്ടർ ടിവിയും KLIBF-ഉം ചേർന്ന് ഒരുക്കുന്ന ലെജിസ്ലേച്ചർ കാർണിവലിന്റെ ഈ സദസ്സിൽ 2025 റിപ്പോർട്ടർ ലീഡർഷിപ്പ് അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീറിനെ സ്വാഗതം ചെയ്യുന്നു. 15ാം കേരള നിയമസഭയുടെ നാഥൻ, യശശരീരനായ കോടിയേരി ബാലകൃഷ്ണന്റെ വാത്സല്യത്തിൽ പിച്ചവച്ച രാഷ്ട്രീയ ബാല്യം, നേതൃത്വത്തിനും പാർട്ടിക്കും വേണ്ടി മുൻപിൻ നോക്കാതെ ആരുമായും കൊമ്പുകോർത്തു നിന്ന യുവനേതാവ്, പടിപടിയായാണ് പാർട്ടിയിൽ വളർന്നത്. കണ്ണൂർ സർവകലാശാലയുടെ പ്രഥമ ചെയർമാനായതു മുതൽ പൊതുജന ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ചു നിർത്തിയ AN ഷംസീർ SFI സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, DYFI ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചു. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഫിലോസഫി ബിരുദവും, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ നിന്ന് LLB-യും LLM-ഉം പൂർത്തിയാക്കി. 2014 വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് ആദ്യമായി ജനഹിത പരീക്ഷണത്തിനിറങ്ങിയത്. 2016 തലശ്ശേരിയിൽ നിന്നും കേരള നിയമസഭയിലെത്തി. 2021 മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം സ്വന്തമാക്കി 2ാം തവണയും MLA ആയി. സഭയിൽ ഭരണപക്ഷത്തിന്റെ പടക്കുതിരയായി നിറഞ്ഞു നിന്നപ്പോഴും കൊടിനിറ ഭേദമില്ലാതെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിലും മികവ് പുലർത്തി. മലബാർ ക്യാൻസർ സെന്ററിലെത്തുന്ന അർബുദ രോഗികളുടെ കണ്ണീരൊപ്പാൻ രൂപീകരിച്ച ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയാണ് AN ഷംസീർ. KLIBF-ന്റെ 3rd എഡിഷനിൽ 2ാം ദിനം റിപ്പോർട്ടർ ചാനൽ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് ലെജിസ്ലേച്ചർ കാർണിവൽ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. KLIBF 3 വർഷം പിന്നിടുകയാണ്. ഓരോ വർഷവും ബഹുജന പങ്കാളിത്തവും പുസ്തക വിൽപ്പനയും സംബന്ധിച്ച് പരിശോധിക്കുമ്പം ഏറ്റവും മികച്ച നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഏതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ ബുക്ക് ഫെസ്റ്റിവലോ എടുത്താൽ ഏറ്റവും മികച്ച ബുക്ക് ഫെസ്റ്റിവൽ ഞങ്ങളുടേതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റാണ്. ഈ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനകത്ത് സാധാരണ നിലയിൽ ആൾക്ക് പ്രവേശിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഇവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നൊരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ലെജിസ്ലേച്ചർ ബുക്ക് ഫെസ്റ്റിവൽ ആ നിലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാവുകയാണ്. ഈ 7 ദിവസവും ഇവിടെ നിങ്ങൾക്കറിയാം, ഒരു ഭാഗത്ത് ഫെസ്റ്റിവൽ ഓഫ് ആർട്സ് ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഫെസ്റ്റിവൽ ഓഫ് ആർട്സ് സമാപിക്കുമ്പം ഫെസ്റ്റിവൽ ഓഫ് ലിറ്ററേച്ചർ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഫെസ്റ്റിവൽ ലിറ്ററേച്ചർ, ഒരു ഭാഗത്ത് ഫെസ്റ്റിവൽ ലിറ്ററേച്ചർ, വേറൊരു ഭാഗത്ത് ഫെസ്റ്റിവൽ ഓഫ് ആർട്സ്. തിരുവനന്തപുരംകാർക്ക് ഏതാണ്ട് 2 ആഴ്ചയോളം ഏറ്റവും ആസ്വാദകരമായ ഒരു ദിനങ്ങൾ സമ്മാനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം റിപ്പോർട്ടർ ചാനലിനോട് ഞങ്ങൾക്ക് പിന്തുണ നൽകിയതിന്, ഞങ്ങളുടെ ലെജിസ്ലേച്ചർ കാർണിവൽ മനോഹരമാക്കി ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിന് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയ്ക്ക് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഇനി ഈ ലെജിസ്ലേച്ചർ കാർണിവലിൽ അടുത്തത് റിപ്പോർട്ടർ ലീഡർഷിപ്പ് അവാർഡാണ്. ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്തെ രാജ്യത്തെ തന്നെ മികച്ച സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സുപ്രധാന കേന്ദ്രമാക്കി മാറ്റിയ ഒരു സ്ഥാപനമുണ്ട്. ശരിക്കും കേരള വിദ്യാഭ്യാസ രംഗത്തെ യഥാർത്ഥ ചേഞ്ച് മേക്കേഴ്സ്, തിരുവനന്തപുരത്തിന്റെ സ്വന്തം ലീഡ് IAS. കേരള വിദ്യാഭ്യാസ രംഗത്ത് പുതുചരിത്രമെഴുതിയ സ്ഥാപനമാണ് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലീഡ് IAS അക്കാദമി. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗും ഫോമർ അംബാസിഡർ TP ശ്രീനിവാസനും നേതൃത്വം നൽകുന്ന ലീഡ് IAS നൂതനമായ പഠന രീതികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കേരള വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ നേടിയത്. 2020 തിരുവനന്തപുരത്ത് ആരംഭിച്ച ലീഡ് IAS കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സിവിൽ സർവീസസ് അക്കാദമിയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം 43 പേരെ സിവിൽ സർവീസസിൽ എത്തിച്ച് തിരുവനന്തപുരത്തെ രാജ്യത്തെ തന്നെ മികച്ച സിവിൽ സർവീസസ് പരിശീലനത്തിനുള്ള സുപ്രധാന കേന്ദ്രമാക്കി മാറ്റാനും ലീഡ് IASനായി. സിവിൽ സർവീസ് വിജയത്തിന് അറിവ് മാത്രം പോരാ, കഴിവും അത്യാവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് അക്കാദമി ഡയറക്ടേഴ്സായ ഡോക്ടർ അനുരൂപ് സണ്ണിയും ശരത് ശശിധരനും നവീനമായ വിവിധ പഠന രീതികൾ ലീഡ് IAS അക്കാദമിക്കായി വികസിപ്പിച്ചത്. ഇത്തരം കഴിവുകൾ സ്കൂൾ തലം മുതൽ തന്നെ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ലീഡ് IAS ജൂനിയറിന്റെ പിറവി. 12,000-ഓളം കുട്ടികളാണ് ലീഡ് IAS ജൂനിയറിൽ ഇതിനകം തന്നെ ചേർന്നിട്ടുള്ളത്. റെക്കോർഡ് ബ്രേക്കിംഗ് സക്സസ് റേഷ്യോയിലൂടെ ഇന്ന് കേരള വിദ്യാഭ്യാസ രംഗത്തെ യഥാർത്ഥ ചേഞ്ച് മേക്കേഴ്സായി മാറി ലീഡ് IAS അക്കാദമി. റിപ്പോർട്ടർ ടെലിവിഷന്റെ ആദ്യ ലീഡർഷിപ്പ് അവാർഡായ എഡ്യൂക്കേഷൻ ചേഞ്ച് മേക്കേഴ്സ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി
ലോൺ കിട്ടാതെ വീടെന്ന സ്വപ്നം നിറവേറ്റാൻ കഴിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അത്തരം ആളുകൾക്ക് സ്വപ്ന വീടുകൾ നിർമ്മിച്ച് നൽകിയ വലിയ സ്വപ്നങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ന് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് മുന്നോട്ട് നീങ്ങുകയാണ്. റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഡയറക്ടർമാരായ ശ്രീ ഫസലു റഹ്മാനെയും മുഹമ്മദ് നിയാസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തുകയിൽ അവരുടെ സ്വപ്ന വീടുകൾ നിർമ്മിച്ചു നൽകി വലിയ സ്വപ്നങ്ങൾ നിറവേറ്റുകയാണ് ഇന്ന് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ്. 10 വർഷ വാറന്റിയോടുകൂടി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫസലുർ റഹ്മാൻ, നിയാസ് എന്നീ സുഹൃത്തുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സംരംഭം. എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് നിർമ്മാണവും സർവീസും നൽകി വരുന്നത്. ഉടമസ്ഥർക്ക് നിർമ്മാണത്തെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ ഉടനടി അറിയാനാകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, സൈറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, പേയ്മെന്റ് ഡീറ്റെയിൽസ്, നിർമ്മാണ പുരോഗതി, ഫോട്ടോ, വീഡിയോ കൂടാതെ ജോലിക്കാരുടെ വിവരങ്ങൾ തുടങ്ങിയവ വളരെ കൃത്യതയോടും വ്യക്തതയോടും മനസ്സിലാക്കാൻ ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ആപ്പിലൂടെ സാധ്യമാക്കുകയും ചെയ്യുന്നു. എറണാകുളത്തിന് പുറമെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ, കോട്ടക്കൽ എന്നിവിടങ്ങളിലും ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന് ബ്രാഞ്ചുകളുണ്ട്. ഇന്ന് സാധാരണക്കാർക്കും മിഡിൽ ക്ലാസുകൾക്കും ബജറ്റ് ഹോമുകളുടെ പ്രിയങ്കര നാമമായി മാറിയിരിക്കുന്നു ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ്. റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഡയറക്ടർമാരായ ശ്രീ ഫസലു താമസിക്കാനും ഒക്കെ ഇന്ന് മലയാളികൾക്ക് ആഗ്രഹമുണ്ടല്ലോ, ഒരുപാട് ആഗ്രഹമുണ്ട്. 15 വർഷമായി 100% വിജയത്തോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ വിദേശ സ്വപ്നം നിറവേറ്റി കേരളത്തിൽ മുന്നേറുന്ന ഒരു വനിതാ സംരംഭകയുണ്ട്. റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ മാനേജിംഗ് ഡയറക്ടർ, പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ശ്രീമതി രേണു എ. 15 വർഷമായി ലക്ഷക്കണക്കിന് ആളുകളുടെ വിദേശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ പറന്നുയരുമ്പോൾ അതിനു പിന്നിൽ രേണു എന്ന സംരംഭകയുടെ സ്വപ്നങ്ങളും അശ്രാന്ത പരിശ്രമവുമുണ്ട്. മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് മേഖലയിൽ ഒരു വനിത ലീഡ് ചെയ്യുന്ന ആദ്യ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായുള്ള ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ. ഏറെ സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായ വിസ നടപടികൾ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ കഴിയുന്നതും വിസ അപേക്ഷകളിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നതും ഗോഡ് സ്പീഡിന്റെ 5310 പ്രോസസിംഗ് മെത്തേഡിലൂടെ മാത്രമാണ്. നിർമ്മാതാവും സംവിധായകനുമായ പാർട്ണർ അനൂപ് കണ്ണന്റെ ക്രിയേറ്റീവ് ഇൻപുട്ട് കൂടെയാകുമ്പോൾ ഗോഡ് സ്പീഡിന്റെ പറക്കലിന് ഇരട്ടി വേഗതയാണ്. ഒരു വനിത നേതൃത്വം നൽകുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷനിൽ 90% വനിതകളാണ് സ്റ്റാഫുകളായി ഉള്ളത്. നേതൃനിരയുടെ പ്രയത്നവും സർവീസിന്റെ ക്വാളിറ്റിയും കൊണ്ടാണ് കൊച്ചിയിൽ ആരംഭിച്ച ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ഇന്ന് കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചത്. 100-ൽ പരം വിദേശ സർവകലാശാല അഫിലിയേഷൻസ്, 2000-ൽ പരം പ്രൊഫഷണൽ കോഴ്സുകൾ, അങ്ങനെ വിദേശ പഠനം യാഥാർത്ഥ്യമാക്കിയും 1,00,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകിയും ഒരു വ്യക്തിയുടെ വലിയ സ്വപ്നങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ കൂടെ നിൽക്കുകയാണ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ. താങ്ക് യു സോ മച്ച് ശ്രീമതി രേണു. അടുത്തതായി ഇവിടെ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കോ. ഞാനും കൈപൊക്കാം. ഞാനും ഒരു ബാക്ക് ബെഞ്ചറാണ്. ശരിക്കും ബാക്ക് ബെഞ്ചേഴ്സിന് സന്തോഷമാകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഡിഗ്രി ഇല്ലാതെ തന്നെ വളരെ പ്രൊഫഷണലായി ക്യാഷ് സമ്പാദിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് സ്വന്തം വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന വൈ ഡിഗ്രി.
റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം വൈ ഡിഗ്രി സിഇഒ സുബിൻ എസ് ബിയെയും ജനറൽ മാനേജർ ആകാശ് അശോകിനെയും. ഡിഗ്രി ഇല്ലെങ്കിലും കോടികൾ സമ്പാദിക്കാമെന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് എറണാകുളം കാക്കനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈ ഡിഗ്രി. ഇന്ന് വൈ ഡിഗ്രി എന്ന സ്ഥാപനത്തിലൂടെ സമൂഹത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വഴികാട്ടുകയാണ് നവസംരംഭകരായ സുബിൻ എസ് ബിയും ആകാശ് അശോകും. വീട്ടമ്മമാർക്ക് ട്രേഡിംഗിലൂടെയും ഇൻവെസ്റ്റിംഗിലൂടെയും കോണ്ടന്റ് ക്രിയേഷനിലൂടെയും ഡിജിറ്റൽ ബിസിനസ്സിലൂടെയും വരുമാനം കണ്ടെത്താനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു ഇന്ന് വൈ ഡിഗ്രി. ഷോപ്പോ പ്രോഡക്റ്റോ സർവീസോ എന്തുമാകട്ടെ, സ്വന്തം സംരംഭങ്ങൾ വിപണിയിലെത്തിക്കാൻ ഒരാൾക്ക് വേണ്ട സകല നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും ഇവർ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വൈ ഡിഗ്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലൂടെ സമാന ചിന്താഗതിക്കാരുമായി സമ്പർക്കം പുലർത്താൻ സഹായിക്കുകയും അവർക്കൊപ്പം അറിവ് പങ്കുവെക്കാൻ ഒരവസരവും വൈ ഡിഗ്രി ഒരുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, AI, സ്റ്റോക്ക് ട്രേഡിംഗ്, വ്യക്തിത്വ വികസനം, സാമ്പത്തിക സംരക്ഷണം എന്നിവയിൽ ഒരാളെ പ്രാപ്തനാക്കി അവർക്ക് വരുമാനം നേടിക്കൊടുത്ത് മുന്നേറുകയാണ് ഇന്ന് വൈ ഡിഗ്രി. വെറും 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ +2 മുതലുള്ള കുട്ടികൾക്ക് ഉന്നത നിലവാരമുള്ള തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി അവർക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ നേടിക്കൊടുക്കുന്ന അക്കാഡമിയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആരോ വിങ്സ് അക്കാഡമി. കേരളത്തിലെ മികച്ച സ്ഥാപനമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണിവർ. റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ആരോ വിങ്സ് അക്കാഡമി ഡയറക്ടർമാരായ വിപിൻ ആറിനെയും ഷീജ എസിനെയും ബിപിൻ ബാബുവിനെയും ജെറിൻ രാജിനെയും. യുവതീ യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്തി വിവിധ രാജ്യങ്ങളിൽ വേഗതയോടെ പറക്കാൻ സഹായിക്കുകയാണ് ആരോ വിങ്സ് അക്കാഡമി. +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വൈവിധ്യങ്ങളായ തൊഴിൽ സാധ്യതയും ഉന്നത വരുമാനവും നേടിക്കൊടുക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് തുടങ്ങി ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഉന്നത നിലവാരത്തോടെ വെറും 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ പൂർത്തിയാക്കി തൊഴിൽ നേടാനുള്ള പ്രാപ്തിയൊരുക്കുകയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആരോ വിങ്സ് അക്കാഡമി. ഇന്ത്യയിൽ ആദ്യമായി VR റിഗ് പരിശീലനം നടപ്പിലാക്കിയതും ആരോ വിങ്സ് അക്കാഡമിയാണ്. ഡയറക്ടർ KN ജെറിരാജ്, വിപിൻ ആർ, ബിപിൻ ബാബു, ഷീജ എസ് എന്നിവരുടെ നേതൃപാടവത്തിലൂടെ ഇന്ന് 2000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ നേടാൻ കഴിഞ്ഞുവെന്നത് അഭിമാനാർഹമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100-ലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആരോ വിങ്സ് അക്കാഡമിക്ക് സാധിച്ചുവെന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. വിദ്യാർത്ഥികളെ പരിശീലനത്തിന് ശേഷം അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടെ മികച്ച കമ്പനികളുമായി ബന്ധിപ്പിച്ച് ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ വേഗത്തിൽ തൊഴിൽ നേടുന്നതിനായി ആരോ വിങ്സ് അക്കാഡമിയുടെ ജോബ് ഹബ് സഹായിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷയുടെ സ്വിച്ച് ഓൺ കർമ്മമാണ്. റിപ്പോർട്ടർ TV 10ാം ക്ലാസ് തലത്തിൽ സ്റ്റേറ്റ് CBSE കുട്ടികൾക്കായി നടത്തുന്ന യങ് ജീനിയസ് അവാർഡ്സ് 2025-ലെ സ്കോളർഷിപ്പ് പരീക്ഷയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ശുഭമുഹൂർത്തത്തിൽ ആരംഭിക്കുകയാണ്. റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ്സ് 2025 കേരളം കണ്ട ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷ ജനുവരി 26-ന് 10ാം ക്ലാസ്സിലെ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് മാർക്കില്ലാതെ 60 മിനിറ്റിൽ 60 ചോദ്യങ്ങൾ. സ്റ്റേറ്റ് CBSE വിഭാഗങ്ങൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ. 1ാം സ്ഥാനം 2 ലക്ഷം രൂപ വീതം സ്റ്റേറ്റ് CBSE വിഭാഗങ്ങൾക്ക്, ഒപ്പം പ്രശസ്തി പത്രവും. 2ാം സ്ഥാനം നേടുന്ന 10 പേർക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും. 3ാം സ്ഥാനത്തെത്തുന്ന 20 പേർക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും. 4ാം സ്ഥാനത്തെത്തുന്ന 20
20 പേർക്ക് സ്മാർട്ട് ഫോണുകളും ലഭിക്കുന്നു. കൂടാതെ ഓരോ ജില്ലയിലും മുന്നിലെത്തുന്ന 100 കുട്ടികൾ വീതം 1400 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനം. സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി റിപ്പോർട്ടർ വെബ്സൈറ്റിലൂടെയും റിപ്പോർട്ടർ ആപ്പിലൂടെയും രജിസ്റ്റർ ചെയ്യാം. ഫോർ മോർ ഡീറ്റെയിൽസ് 7558041000. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് സർ. റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ്സ് 2025 കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ശ്രീ ഡോക്ടർ അരുൺകുമാറിൽ നിന്ന്. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും. ഒറ്റ വാചകത്തിൽ അടുത്ത 2025 ഏറ്റവും ജനകീയമായ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയായിരിക്കും റിപ്പോർട്ടറിൻ്റെ ഈ യങ് ജീനിയസ് അവാർഡ്. 2 ലക്ഷം രൂപ വീതം സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലുമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഒന്നാം സമ്മാനം അവാർഡ് തുകയാണ്. 60 ചോദ്യങ്ങൾ വീതം 60 മിനിറ്റിൽ ഉത്തരം എഴുതാവുന്ന വിധത്തിലാണ് നമ്മളതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് അഭിമുഖം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ ജീനിയസ് അവാർഡ് സമ്മാനിക്കുക. ഒപ്പം 2, 3, 4 സമ്മാനം കിട്ടുന്നവർക്കും ജില്ലാതലത്തിൽ 1-ാം സമ്മാനം കിട്ടുന്നവർക്കും സമ്മാനമുണ്ടാവും. ഒരു വലിയ ജനകീയമായ സ്കോളർഷിപ്പ് ഇവൻ്റായി റിപ്പോർട്ടർ TV അതിനെ കൺസീവ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പിന്തുണ വേണം. അത് കേരളത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.